ഉറക്കം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഉറക്കമില്ലെങ്കിൽ നീ ചത്തുപോവാടാ. അതൊക്കെ പൂച്ചേനെ കണ്ടു പഠിക്കണം. ഏത് സമയവും ഉറക്കം. എന്നിരുന്ന് നിങ്ങൾ അങ്ങനെ ഉറങ്ങണം എന്നല്ല, എന്നാലും ഒരു കണക്കുണ്ടല്ലോ. ഇപ്പം ഓരോ ഏജിലുള്ളവരും ഇത്ര ഉറങ്ങണം എന്നൊരു കണക്കുണ്ടല്ലോ. ആ ഒരു കണക്കിനെങ്കിലും ഉറങ്ങണ്ടേ. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ കൊണ്ടായിരിക്കും ഉറക്കം വരാത്തത്. എന്നേരുതി നിങ്ങൾ ഉറങ്ങാണ്ടിരുന്നാൽ നിങ്ങളുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ശരിയാവുമോ? ഇല്ല, അത് കൂടെയല്ലേ ഉള്ളൂ. അത് മാത്രല്ല, വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഉറങ്ങാണ്ടിരുന്നാല്. ഇപ്പം നിങ്ങളൊരു 2 ദിവസം ഉറങ്ങാണ്ടെന്ന് വിചാരിച്ചോ, അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വയസ്സായ പോലെ ഒരു ഫീൽ ഉണ്ടാവും. പിന്നെ ഈ കണ്ണിന് ചുറ്റും കറുപ്പ്, അതൊക്കെ ഉറക്കക്കുറവ് കൊണ്ട് വരുന്നതാ. പിന്നെ നിങ്ങൾക്ക് ഒട്ടും എനർജി ഇല്ലാത്ത പോലെ തോന്നും, എപ്പോഴും ടയേർഡായ പോലെ തോന്നും. പിന്നെ നമ്മൾ ഉറങ്ങുന്ന ടൈമിലാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം കുറച്ച് കൂടുതൽ പ്രവർത്തിക്കുന്നത്. അപ്പം നമുക്ക് ഉറക്കമില്ലെങ്കിലോ പ്രതിരോധ ശക്തി കുറഞ്ഞിട്ട് നമുക്ക് പല രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ചുരുക്കം പറഞ്ഞാല് പതിയെ തട്ടിപ്പോവും. എന്തിനാടാ ചത്തിട്ട്. അപ്പം ഉറക്കമില്ലാത്തവർക്ക് പരീക്ഷ നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഈ ടെക്നിക്ക് ചെയ്താൽ നിങ്ങൾ വെറും 2 മിനിറ്റ് കൊണ്ട് ഉറങ്ങുന്ന പറയുന്നത്. അപ്പം ഇതിന് മിലിറ്ററി ടെക്നിക്ക് അല്ലെങ്കിൽ മിലിറ്ററി മെത്തേഡ് എന്ന് പറയുന്നു. ഇത് പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മെത്തേഡാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം അവർക്ക് ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് പരീക്ഷ നോക്കിയിട്ട് വിജയിച്ച ഒരു ടെക്നിക്കാണ് ഈ മിലിറ്ററി മെത്തേഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം മലർന്ന് കിടക്കുക. മലർന്ന് കിടന്നതിന് ശേഷം നമ്മളെ ഫേസ് റിലാക്സ് ആക്കുക. അപ്പോൾ ഫേസ് റിലാക്സ് ആക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ നെറ്റി ആദ്യം ഇങ്ങനെ ടൈറ്റ് ആക്കുക. ഇങ്ങനെ ടൈറ്റ് ആക്കിയതിന് ശേഷം റിലാക്സ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഫേസ് ഫുള്ളായിട്ട് റിലാക്സ് ചെയ്യിപ്പിക്കുക. അതിന് ശേഷം ഇനി ഫോക്കസ് നമ്മളെ കയ്യിലേക്ക് കൊണ്ടുവരിക. കൈ റിലാക്സ് ആക്കിയതിന് ശേഷം തുറന്ന് നിവർത്തിയിടുക. അതിനുശേഷം നമ്മളെ കഴുത്തും ഷോൾഡറും റിലാക്സ് ആക്കുക. അപ്പം നമ്മുടെ ശരീരത്തിന് ഒട്ടും ഭാരം തോന്നിക്കാൻ പാടില്ല. അതിനുശേഷം നമ്മളൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ആ ഡീപ്പ് ബ്രീത്ത് നമ്മളെ വയറിനും നെഞ്ചിനും ഫീൽ ചെയ്യുന്ന വിധത്തിൽ ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് കുറച്ച് ഹോൾഡ് ചെയ്തിട്ട് എക്സേൽ ചെയ്യുക. നമ്മളിനി ഫോക്കസ് കാലിലേക്ക് കൊണ്ടുവരിക. കാലിലേക്ക് നമ്മളെ തൊട, കാൽ വിരലുകളിലൊക്കെ ഫോക്കസ് കൊണ്ടുവരിക. എന്നിട്ട് അതും അതുപോലെ റിലാക്സ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഫുൾ ബോഡി റിലാക്സ് ചെയ്യിപ്പിക്കുക. അതായത് ഒട്ടും ബലമില്ലാത്ത പോലെ ഫീൽ ചെയ്യുക. ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് വിഷ്വലൈസേഷൻ ആണ്. അതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ എന്താണ് വിഷ്വലൈസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഒരു കാമായിട്ടുള്ള ഒരു പുഴയിൽ, ഒരു തോണിയിൽ നിങ്ങൾ ആകാശമൊക്കെ നോക്കി കിടക്കുന്ന പോലെയോ, അല്ലെങ്കിൽ രാത്രിയിൽ ആകാശം നോക്കിയിട്ട് ചന്ദ്രേട്ടനൊക്കെ നോക്കി കിടക്കുന്ന പോലെയോ ഒക്കെ വിഷ്വലൈസ് ചെയ്യാം. അതും അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ വേറെ എന്തെങ്കിലും കാമായിട്ടുള്ള പിക്ചർ ഉണ്ടെങ്കിൽ അത് വിഷ്വലൈസ് ചെയ്താലും മതി. നിങ്ങളെ മൈൻഡ് ഡൈവേർട്ടായി പോവാതെ ഇതിലേക്ക് തന്നെ ഫോക്കസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വിഷ്വലൈസേഷൻ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, ഇത് നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇന്ന് തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കരുത്. സമയം എടുക്കും. കാരണം പട്ടാളക്കാർ തന്നെ 6 ആഴ്ചയോ മറ്റോ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഇത് സക്സസ് ആയത്. അപ്പം ക്ഷമ വേണം. അപ്പം ഇതാണ് മിലിറ്ററി മെത്തേഡ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേറെയും കുറച്ച് ടിപ്പ് പറഞ്ഞുതരാം. അതെന്തൊക്കെയാന്ന് വെച്ചാൽ, നിങ്ങൾ ഉറങ്ങുന്ന റൂമിൽ ഒരിക്കലും ക്ലോക്ക് വെക്കാതിരിക്കുക. ഇനിയിപ്പം വെച്ചാൽ തന്നെ അതിലേക്ക് നോക്കാണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ ഉറങ്ങുന്ന കിടന്നതിന് ശേഷം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ക്ലോക്കിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇപ്പം നിങ്ങളൊരു 10 മണിയാകുമ്പോൾ കിടന്നു, നിങ്ങൾ 11 മണിയാകുമ്പോൾ ക്ലോക്കിലേക്ക് നോക്കി, 12 മണിയാകുമ്പോൾ ക്ലോക്കിലേക്ക് നോക്കി, നിങ്ങൾ ഉറങ്ങുന്നില്ല. അപ്പം നിങ്ങൾ എന്തോ ഉറങ്ങാത്തതെന്ന് ആലോചിച്ചിട്ടായിരിക്കും ടെൻഷൻ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നിൽക്കുന്നു ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഉറക്കം തീരെ വരില്ല. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ഉച്ച ഉറക്കമല്ലോ ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും 3 മണിക്ക് ശേഷം ഉറങ്ങാണ്ടിരിക്കുക. അങ്ങനെ 3 മണിക്ക് ശേഷം ഉറങ്ങിയാൽ നിങ്ങൾക്ക് രാത്രി തീരെ ഉറക്കം ഉണ്ടാവില്ല. അടുത്തൊരു കാര്യം, നിങ്ങളൊരു സ്ലീപ്പിംഗ് ഷെഡ്യൂൾ പോലെ ആക്കുക. ഇപ്പോൾ ഒരു 10 മണിക്ക് ഉറങ്ങിയിട്ട് ഒരു 7 മണിക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 7 മണിക്ക് എണീക്കുക. ഡെയിലി അതൊരു സ്ലീപ്പിംഗ് ഷെഡ്യൂൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് കിടന്നതിന് ശേഷം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത്. എല്ലാവരും ചെയ്യത് അതുവരെ ഒന്നും ആലോചിക്കാൻ ഉണ്ടാവില്ല. കിടക്കുമ്പോഴത്തേക്കായിരിക്കും ഓരോന്ന് വരുന്നത്. അങ്ങനെ പരമാവധി ചിന്തിക്കാണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഉറക്കം കൂടെ കൊണ്ട് കളയും നിങ്ങളായിട്ട് തന്നെ. അപ്പം ഇതാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്ന കുറച്ച് ടിപ്സ് എന്ന് വെച്ചാൽ. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ മിലിറ്ററി മെത്തേഡ് ഞാൻ പരീക്ഷിച്ച് നോക്കിയോന്ന്. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല.
കാരണം 10 മണിയായാൽ കിടക്ക കണ്ടാലും ഞാൻ ശവമാണ്. എന്തോ ദൈവം ആ ഒരു കഴിവ് മാത്രമേ തന്നിട്ടുള്ളൂ എൻ്റെ മുത്തപ്പ. അപ്പം എല്ലാവരും നന്നായിട്ട് ഉറങ്ങൂ.